പുതിയൊരു വീഡിയോയുമായി നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സും ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്ത Realme 7 എന്ന് പറഞ്ഞ ഫോണിന്റെയും Poco M2 Proന്റെയും കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. Poco M2 Proന്റെ Realme 7ന്റെയും അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷനും നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. Poco M2 Pro എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ ഫോണാണ്. അതല്ല Realme 7 നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ്. നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കുന്നതാണ്. ചെറിയൊരു ഫോണാണ്. ചെറിയ ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ Realme 7 സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. അതല്ല ഇച്ചിരി വലിയ ഫോണൊക്കെ ആണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ Poco M2 Proയിലേക്ക് വരാൻ പറ്റും. Poco M2 Proന്റെ ബാക്ക് എന്ന് പറയുമ്പോൾ ഗ്ലാസ് ആണ് വരുന്നത്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. 209 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അപ്പം Poco M2 Pro വരുമ്പോൾ അങ്ങനെ കുറച്ച് വെയിറ്റ് ഉള്ള ഫോൺ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം Poco M2 Proയിലേക്ക് വരിക. Realme 7ലേക്ക് വരികയാണെങ്കിൽ ബാക്ക് എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് ആണ്. നേരത്തെ ഞാൻ എന്റെ അൺബോക്സിംഗിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് എന്നുള്ള ഒരു ഇഷ്യൂ ഇല്ല. ഏകദേശം 196 ഗ്രാം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ ഒതുങ്ങിയതും വെയിറ്റ് കുറഞ്ഞതും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് Realme 7 ആയിരിക്കും നല്ലത്. Poco M2 Proയിലേക്ക് വരുമ്പോൾ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ നിങ്ങൾക്ക് തരും. കുറച്ചുകൂടെ വില കൂടിയ ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്കും ഫീൽ കിട്ടും, കാണുന്നവർക്കും ഒരു ഫീൽ തോന്നും. Realme 7 ആ ഗ്ലാസ് ബാക്ക് ഇല്ലാത്ത ഒരു പോരായ്മ ഒന്നുമല്ല. എനിക്ക് അതിന്റെ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് ആണെങ്കിലും അവർ പറഞ്ഞേക്കുന്ന ഒരു ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ പിടിക്കുമ്പോഴും മറ്റുള്ളവർ കാണുമ്പോഴും ഒന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ 10-25,000 രൂപ വരെയുള്ള ഫോണുകൾ വരെ ഇപ്പോഴും പ്ലാസ്റ്റിക് ബാക്കിലാണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബാക്ക് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാമറ സെറ്റപ്പ് ആണ്. ക്യാമറ സെറ്റപ്പ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോക്കോന്റെ ആണെങ്കിൽ ഒരു സെന്റർ അലൈൻഡ് ആയിട്ടുള്ള സ്ക്വയർ മൊഡ്യൂളിനകത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ Realme 7ന്റെ ആണെങ്കിൽ ഒരു വശത്തേക്ക് സാധാരണ Realme നേരത്തെ കൊടുക്കാറുള്ളത് പോലെ തന്നെ ആ ഒരു വശത്ത് കുറച്ചുകൂടെ വിട്ട് കൂട്ടിയിട്ടാണ് ഇത്തവണ ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പോക്കോന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിംഗ് ഒക്കെ തരുന്നുണ്ട്. അതൊക്കെ ഡിസൈന്റെ ഭാഗത്തുള്ള വ്യത്യാസങ്ങളാണ്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ Poco M2 Proന്റെ എന്ന് പറയുമ്പോൾ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ Realme 7ന്റെ എന്ന് പറയുകയാണെങ്കിൽ Gorilla Glass 3ന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. രണ്ട് ഫോണും സ്പ്ലാഷ് പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ മഴച്ചാറ്റിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വെള്ളത്തിൽ മുക്കിയൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ M2 Proയിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആണ്. പല ആൾക്കാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നോട്ടിഫിക്കേഷൻ ലൈറ്റ്. നോട്ടിഫിക്കേഷൻ ലൈറ്റ് Realme 7 Proയിൽ ഇല്ല. Poco M2 Proയിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഓവറോൾ ഡിസൈൻ ഏതാണ് മികച്ചതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ബാക്ക് ഉള്ള ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ Poco M2 Proയിലേക്ക് പോകാം. അങ്ങനെ ഒരു ഗ്ലാസ് ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് നിങ്ങളുടെ ഫോണിൽ കൂടും. അങ്ങനെ ഒരു ഗ്ലാസ് ബാക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് Realme 7 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി പോവുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഫോണും ഇഷ്ടപ്പെട്ടു. എങ്കിലും എനിക്ക് വെയിറ്റ് കൂടിയ ഫോണുകൾ അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാറ്റഗറിയിൽ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് Realme 7 ആണ്. അടുത്ത നമുക്ക് രണ്ട് ഫോണിന്റെയും ഡിസ്പ്ലേയിലേക്ക് വരാം. രണ്ട് ഫോണിനും ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ സൈസിൽ വ്യത്യാസമുണ്ട്. Poco M2 Proയിൽ 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നതെങ്കിൽ Realme 7ലെ 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ മാത്രമേ വരുന്നുള്ളൂ. കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, കുറച്ചുകൂടെ വലിയ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് Poco M2 Pro സെലക്ട് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് Realme 7ലേക്ക് പോകാം. പക്ഷേ Realme 7ൽ നിങ്ങൾക്ക് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. Poco M2 Proയിൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ ലഭിക്കുന്നുണ്ട്. LCD ഡിസ്പ്ലേയിൽ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മോശം കാര്യമാണെന്ന് പറയാം. ഒന്നെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് തന്നിട്ട് 60 ഹെർട്സ് തരുന്നത് പ്രശ്നമില്ല. അതല്ലെങ്കിൽ ഇതേപോലെ Realme 7 തന്നതുപോലെ ഒരു LCD ഡിസ്പ്ലേ തരുമ്പോൾ കൂടെ ഹയർ റിഫ്രഷ് റേറ്റ് തരുന്നതായിരിക്കും നല്ലത്. രണ്ടിന്റെയും ഡിസ്പ്ലേ ഫുൾ HD+ ആണെങ്കിലും Realme 7ന്റെ പിക്സൽ ഡെൻസിറ്റിയെക്കാളിലും കുറവാണ് Poco M2 Proയിൽ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് Realme 7ലായിരിക്കും ലഭിക്കുന്നത്. Realme 7ലാണെങ്കിൽ 480 nits ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം Poco M2 Proയിൽ 450 nits മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതായത് കുറച്ചുകൂടെ സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കാൻ പോകുന്നത് Realme 7ലായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും ആലോചിക്കാതെ പറയാം, Realme 7 തന്നെയാണ് വിന്നർ എന്ന് പറയാം. അപ്പോൾ നമുക്കിനി രണ്ട് ഫോണിൻ്റെയും പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ ടഫ് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം Poco M2 Proയിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 720G എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അതേസമയം Realme 7ൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ Helio G95 എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സർ വെച്ചിട്ട് ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു ഫോണാണ് Realme 7 എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറയാം, നിങ്ങളൊരു സ്നാപ്ഡ്രാഗൺ ഫാൻ ആണെങ്കിൽ
ഒന്നും നോക്കണ്ട, പോക്കോ M2 Proയിൽ പൊക്കോ. കാരണം സ്നാപ്ഡ്രാഗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷനും അതുപോലെ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ. ഒരുപാട് പേരും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആണോ എന്ന് നോക്കി ഫോൺ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പോക്കോ M2 Pro എടുത്താൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ നല്ലൊരു പെർഫോമൻസ് തരും, അങ്ങോട്ടേക്ക് പൊക്കോളാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G പ്രൊവൈഡ് ചെയ്യുന്നതിലും പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞ പ്രോസസ്സർ ആയിരിക്കും. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റത്തില്ല. നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അനുഭവപ്പെടും. കാരണം നിങ്ങൾ അങ്ങനെ ഹൈ ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ചെറിയൊരു മേൽക്കൈ നിങ്ങൾക്ക് ആ ഒരു ഹീലിയോ G95 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സർ നിങ്ങൾക്ക് തരും. അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രോസസ്സർ തരുന്നതിനോടൊപ്പം തന്നെ റിയൽമിയിൽ കാർബൺ കൂളിംഗ് ടെക്നോളജി തന്നിട്ടുണ്ട്. ഓവർ ഹീറ്റിംഗ് ഒക്കെ ആവുന്ന ഒരു അവസരത്തിൽ പെട്ടെന്ന് തന്നെ കൂൾ ആവാനായിട്ട് ആ ഒരു കാർബൺ കൂളിംഗ് ടെക്നോളജി സഹായിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ നടത്തുമ്പോൾ ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ കൂടുതലായിരിക്കും. അതുപോലെ ഗെയിം കളിക്കുമ്പോൾ ചാർജ് ഒക്കെ കുറയുന്നതൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ തരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആയിരിക്കും. പക്ഷേ ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 ആയിരിക്കും. രണ്ട് ഫോണിലും വരുന്നത് LPDDR4X റാം UFS 2.1ൻ്റെ സ്റ്റോറേജുമാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് രണ്ട് ഫോണുകളും തമ്മിൽ കോമ്പറ്റീഷനിലെന്ന് തന്നെ പറയാം. ഇൻ ദ ബോക്സ് കണ്ടലിൽ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഫോണിലും നമുക്ക് കേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണിലും ഇൻ ദ ബോക്സ് ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. റിയൽമി 7ൽ നമുക്ക് 30 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ലഭിക്കുന്നതെങ്കിൽ പോക്കോ M2 Proൻ്റെ കൂടെ നമുക്ക് 33 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണിലും നിങ്ങൾക്ക് 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണിലെയും ചാർജിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം. ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഗെയിമിങ്ങും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് ഫോണുകളും നമ്മളിപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണുകളും ചാർജ് ചെയ്യുന്നതിന് മുന്നേ 34% ഉണ്ടായിരുന്നു. ആ ഒരു 34%ൽ നമ്മൾ 5 മിനിറ്റ് കുത്തിയിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വിഷ്വലിലാണെങ്കിൽ അത് കുറച്ച് സമയം കാണത്തില്ല. കാരണം ഞാൻ കുറച്ച് നേരം ആ റെക്കോർഡ് ബട്ടൺ അമർത്താൻ ജസ്റ്റ് ഒന്ന് മറന്നുമായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ തീരാറായിരിക്കുകയാണ്. അപ്പോൾ ഇത് ചാർജിങ് ആരംഭിച്ചിട്ട് ഒരു 4 മിനിറ്റ് സംതിങ് ആവുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു 34% ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് 5 മിനിറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ രണ്ടിലും ഉണ്ടായ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് റിയൽമി 7 എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് 34% നിന്നാണ്. ഇപ്പോൾ റിയൽമി 7ൽ 42% ചാർജ് ഉണ്ട്. പോക്കോ M2 Proയിൽ നോക്കുകയാണെങ്കിൽ 40%. വളരെ വലിയ വ്യത്യാസമൊന്നും അല്ല. എന്നാലും കുറച്ച് നേരം കൂടെ കൂടുതൽ ചാർജ് ചെയ്യുവാണെങ്കിൽ റിയൽമി 7 ആയിരിക്കും കുറച്ചുകൂടെ വേഗം ചാർജ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 33 വോട്ട് ഫാസ്റ്റ് ചാർജറുള്ള പോക്കോ M2 Proയേക്കാളും വേഗത്തിൽ ചാർജ് ആയത് 30 വോട്ട് മാത്രമുള്ള റിയൽമി 7 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് ഫോണിൽ PUBG കളിച്ച് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പോക്കോ M2 Pro ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു TDM കുറച്ച് നേരം കളിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചാർജ് നോക്കുകയാണെങ്കിൽ 39% ചാർജ് ഉള്ളത്. 39%. ആ ഒരു 39% ചാർജിൽ നിന്ന് നമ്മൾ ഗെയിം കളിക്കാൻ പോവുകയാണ്. ഇനി ഗ്രാഫിക്സ് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നത് സ്മൂത്ത് അൾട്രയാണ്, കളർഫുള്ളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് TDM മാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കൊറിയൻ വെർഷനാണ് കാണിക്കുന്നത് PUBG. അതുപോലെ ഞാൻ വലിയ ഗെയിമറൊന്നും അല്ല. എൻ്റെ വേണ്ടിയിട്ട് നിങ്ങളൊന്നും പറയരുത്. ജസ്റ്റ് നമ്മൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്താ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇത് നോക്കുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് പോക്കോ M2 Proൻ്റെ ചിലപ്പോൾ ഓൾറെഡി അറിയായിരിക്കും. ഓൾറെഡി അത്യാവശ്യം സ്മൂത്ത് ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗെയിമിലൂടെ ഓവറോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഫ്രെയിം ഡ്രോപ്പുകൾ ഇടയിൽ 1-2 അവസരങ്ങളിൽ മാത്രം വന്നിരുന്നു. വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെയാണ്. അതുപോലെ ബാക്കി കാര്യങ്ങൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. ഓവറോൾ നല്ല വൃത്തിയായിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോക്കോ M2 Proയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ഞാനൊരു 2 TDM കളിച്ചു.
2 TDM മാച്ചുകൾ കളിച്ചു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 39% ചാർജ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ചാർജ് 34% മാറിയിരിപ്പുണ്ട്. അപ്പം 2 TDM കളിച്ചപ്പോൾ 5% ചാർജ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഹീറ്റിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ തൽക്കാലം ഹീറ്റ് ഗണ്ണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും തൊട്ട് നോക്കാമെന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഹീറ്റിങ് ഫോൺ അനുഭവപ്പെടുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഇതിപ്പോൾ ഞാൻ കേസ് ഇടാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഹീറ്റിംഗ് മാത്രമാണ് ഇപ്പോൾ ഫോണിന് തോന്നുന്നത്. ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ റിയൽമി 7 ആണ് ഇരിക്കുന്നത്. ചാർജ് നോക്കുകയാണെങ്കിൽ അറിയാം 39% തന്നെ. നമ്മൾ പോക്കോ M2 Proയിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്ത അതേ ചാർജ് തന്നെ 39%. പോക്കോ M2 Proയിൽ പോയതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് 2 TDM പോയി നോക്കാം. The game. The red team is heading to a perfect win. Killing spree for the red team. Down. Nice shot. Cover me. Killing spree for the red team. Be careful. You're losing the game. The red team is about to win. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാക്ട്ലി 2 TDM മാച്ചുകൾ കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ 34%. നമ്മൾ 39% നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചാർജ് ഡ്രോപ്പ് വന്നതെന്ന് പറയുകയാണെങ്കിൽ 5% ചാർജാണ്. 5% ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പം ഫ്ലിക്കറിങ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത യൂണിറ്റിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റിലാണെങ്കിലും ഇത് രണ്ട് യൂണിറ്റാണ്. ഞാൻ അൺബോക്സ് ചെയ്തത് വേറെ മിസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ കളർ വേരിയൻ്റ് ആയിരുന്നു. ഇതാണെങ്കിൽ മിസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ വേരിയൻ്റ് ആണ്. ഇതിൽ രണ്ടിലും എനിക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തപ്പോൾ ഫ്ലിക്കറിങ്ങോ വേറെ ഇഷ്യൂവോ ടിൻറ്റിങ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്കാണ്. ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേപ്പുണ്ട്. മെയിൻ ക്യാമറ എന്ന് പറയുമ്പോൾ പോക്കോ M2 Proൻ്റെ വന്നിട്ട് 48 MB ക്യാമറയും അതുപോലെ റിയൽമിയുടെ എന്ന് പറയുമ്പോൾ അത് 64 MB ക്യാമറയാണ് വരുന്നത്. അത് M2 Proൻ്റെ വരുമ്പോൾ അത് സാംസങ്ങിൻ്റെ സെൻസറും അതുപോലെ റിയൽമീൻ്റെ വരുവാണെങ്കിൽ സോണിയുടെ സെൻസറുമാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു വ്യത്യാസം അതിൻ്റെ ഹാർഡ്വെയറിലുണ്ടെങ്കിലും ആ ഒരു വ്യത്യാസം ഇതിലെടുക്കുന്ന ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നിങ്ങളെ കണ്ട പടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിയൽമി 7നെക്കാളിലും എന്തുകൊണ്ടും നല്ല മികച്ച പടങ്ങൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പോക്കോ M2 Proയിൽ തന്നെയാണ് ലഭിച്ചതെന്ന് എനിക്ക് പേഴ്സണലി ഞാനത് ഉപയോഗിച്ചതിൻ്റെ ബേസിൽ പറയാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചേക്കുക. അതുപോലെ തന്നെ ചില ഫോട്ടോസൊക്കെ ഈ പൂക്കളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ റിയൽമി 7ൽ ഫോക്കസിങ് ഇഷ്യൂ നല്ലതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫോക്കസ് ആവാനായിട്ട് നല്ല പാടുപെടുന്നുണ്ടായിരുന്നു ഫോണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡോട് കൂടി അത് മാറ്റുമായിരിക്കും, അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് അതിൽ കാണാൻ സാധിച്ചു. പക്ഷേ പോക്കോ M2 Proയിൽ എടുക്കുന്ന പടങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കാര്യം കണ്ടില്ല. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസൊക്കെ കൂടുതൽ ക്ലോസിൽ മാക്രോ ക്യാമറ തന്നെ 5 MBയും 2 MB എന്നുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്രോ എടുക്കുന്ന ഫോട്ടോസിൽ നല്ല ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ക്ലോസറായിട്ടുള്ള മാക്രോ ഷൂട്ടുകൾ നമുക്ക് പോക്കോ M2 Proയിലൂടെയാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. റിയൽമി 7 എന്ന് പറഞ്ഞ ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും. കുറച്ചുകൂടെ വൈബ്രൻറ്റും സ്മൂത്തറും ബ്രൈറ്ററും ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് ആ റിയൽമി 7ൽ കിട്ടുന്നത്. അതുപോലെ തന്നെ സോണിയുടെ ഒരു IMX682 സെൻസർ 64 MBയുടെ സെൻസർ നിങ്ങൾക്ക് റിയൽമി 7ൽ ലഭിക്കും. ഇപ്പോൾ സോണിയുടെ ഒരു സെൻസറുള്ള ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 7 സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ OSൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽമി UI ആണ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടെ സ്മൂത്തറും ഫാസ്റ്ററും ക്ലീനറുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട റിയൽമി UI ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിയൽമി UIയിലേക്ക്
വരാൻ പറ്റും. പോക്കോ M2 Pro എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബാക്കുള്ള കുറച്ചുകൂടെ പ്രീമിയം ലുക്കും ഫീലുള്ള ഒരു ഫോൺ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഫോണിന് കുറച്ച് വെയിറ്റ് കൂടെ കൂടുമെന്ന് ആലോചിച്ചോണം. നിങ്ങളൊരു മാക്രോ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കൂടുതൽ നല്ല മാക്രോ ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പോക്കോ M2 Proയിൽ നിന്ന് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആണ് വേണ്ടതെങ്കിൽ, കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡും സ്റ്റേബിളുമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോക്കോ M2 Pro സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ 15,000 രൂപയുടെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫോൺ, അതായത് എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും തികഞ്ഞത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് Realme 7. അതേസമയം നിങ്ങൾക്കൊരു ആ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിൻ്റെയും അതുപോലെ ക്യാമറയിലുള്ള കുറേ ഓപ്ഷനുകളും അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ലുക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫോണാണ് നോക്കുന്നതെങ്കിലായിരിക്കും നിങ്ങൾക്ക് പോക്കോ M2 Pro സെലക്ട് ചെയ്യാം. പക്ഷേ പോക്കോ M2 Pro ഒരു മോശം ഫോണാണെന്നല്ല ഞാൻ പറയുന്നത്. രണ്ട് ഫോണും അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് നമുക്ക് ഏത് ഫോണാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Realme 7ഉം പോക്കോ M2 Proയും കൂടെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് ചെയ്തത്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ഗൈസ്.